എല്ലാവർക്കും നമസ്കാരം. ഏകദേശം ഒരു ഭൂമിയുടെ 3/4 ഭാഗമുള്ള കടൽ, അതിനോടനുബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് വിശ്വവിഖ്യാതമായ പല സാഹിത്യകൃതികൾ, സംസ്കാരം, കല എന്നിങ്ങനെ നമുക്ക് ചർച്ച ചെയ്യാൻ കടലോളം വിശാലമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നിട്ടും ഈ 4 ദിവസത്തെ ചർച്ചകൾക്കിടയിൽ ഒരു 40 മിനിറ്റ് കടലിന് വേണ്ടി മാറ്റിവെച്ച മനോരമയ്ക്കും ഇതിൻ്റെ ഹോർത്തൂസിൻ്റെ സംഘാടകർക്കും പ്രത്യേക നന്ദി. പൊതുവിൽ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, കടലല്ലെങ്കിൽ കടൽ മനുഷ്യരുടെ പ്രശ്നം, സംസാരം, ചർച്ച, ഇതുമായി ബന്ധപ്പെട്ട വേദികളിൽ അല്ലെങ്കിൽ അത്തരം ചർച്ചകളും സംസാരവും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ സംസാരിക്കാൻ ഈ ഭാഗത്ത് നിന്ന് ശബ്ദം ഒരുപാടുണ്ടെങ്കിലും അത് കേൾക്കുവാനോ ആ ശബ്ദത്തിനെ കൂട്ടിച്ചേർത്ത് വായിക്കുവാനോ മിക്കപ്പോഴും ഒഴിഞ്ഞ കസേരകൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നു, അങ്ങനെ തന്നെ സംസാരിക്കാനും ആഗ്രഹിക്കുന്നു. വിജു സാർ, പൊതുവെ നമ്മുടെ കടലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കടൽ അല്ലെങ്കിൽ കടൽ ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ, കടൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ, അത് ഒരു ഭാഗത്ത് തന്നെ അരികിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് മിക്കപ്പോഴും. എങ്ങനെയാണ് കടലിലെ ജീവജാലങ്ങളും അതിനോട് ചേർന്ന് കിടക്കുന്ന കടൽ മനുഷ്യരും ഈ ഒരു വലിയ സമൂഹത്തിൻ്റെ ഭാഗമാകുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പാരിസ്ഥിതികപരമായും എല്ലാ തരത്തിലും? ഇല്ല, ഈ മനുഷ്യനും കടലുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് തീർച്ചയായിട്ടും ഓരോ മനുഷ്യരുടെ ഉള്ളിലും ഒരു കടലുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ജീവൻ്റെ ആദ്യത്തെ തുടക്കം കടലിലാണ്. കടലിൽ നിന്നാണ് ജീവികൾ കരയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ കരയിലേക്ക് വരുന്ന ജീവികളിൽ എല്ലാവരിലും അവരുടെ ഓരോ കോശങ്ങൾക്കുള്ളിലും ആ ഉപ്പുരസമുണ്ട്, ആ കടലുണ്ട്. നമ്മളെല്ലാവരും സ്വയം ഒരു കടലിനെ ആവാഹിക്കുന്നവരാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ ആദി ഭൂമി ഉണ്ടായ കാലത്ത് ഉണ്ടായ കടൽ, അതായിരുന്നു ആദ്യത്തെ ജീവൻ്റെ തുടക്കത്തിന് കാരണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഭൂമിയിൽ ആദ്യം പ്രാണവായു തന്നെ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ പ്രാണവായു ഉണ്ടാക്കുന്നത് കടലിൽ ആദ്യമുണ്ടായ സൂക്ഷ്മ സസ്യങ്ങളാണ്. അത് പുറത്തേക്ക് വിട്ട ഓക്സിജനാണ് പിന്നീട് അന്തരീക്ഷത്തിലേക്ക് എത്തി നമ്മുടെ ഈ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ഭാഗത്ത് ഒരു ഓസോൺ കുടയുണ്ടാക്കുകയും അങ്ങനെ സൂര്യരശ്മികളിൽ വരുന്ന അൾട്രാവയലറ്റ് കിരണങ്ങളൊക്കെ അരിച്ചു മാറ്റപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഭൂമിയിൽ ആദ്യത്തെ ജീവൻ്റെ സാധ്യത വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ തുടക്കം മാത്രമല്ല, ജീവൻ്റെ ആദ്യത്തെ തുടക്കം, ഭൂമിയിൽ ജീവൻ ഉണ്ടാകാനുള്ള സാഹചര്യം ഒരുക്കുന്നത് ഒക്കെ കടലും കടൽ ജീവികളുമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുമാത്രമല്ല, ഈ കടലില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഭൂമി ചുട്ടുപഴുത്തൊരു ധൂളമായി നിന്നേനെ. ഭൂമിയിൽ ഉണ്ടാകുന്ന താപം മുഴുവൻ അല്ലെങ്കിൽ ചൂട് മുഴുവൻ ആഗിരണം ചെയ്യുന്നത് ഇപ്പോഴും കടലാണ്. മാത്രമല്ല, നമുക്ക് വേണ്ടുന്ന പ്രാണവായുവിൻ്റെ 50%-ലധികവും ഇപ്പോഴും നൽകുന്നത്, നമ്മുടെ പൊതുവായ ധാരണ അത് കാടാണെന്നുള്ളതാണ്. അത് കടലിൽ പൊങ്ങിക്കിടക്കുന്ന സൂക്ഷ്മ സസ്യങ്ങളാണ് ഇന്നും നമുക്ക് വേണ്ട പ്രാണവായു എല്ലാം തരുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഭൂമിയിലെ പോഷകചക്രങ്ങൾ, ഓക്സിജൻ്റെ ചക്രം, അതുപോലെ തന്നെ ജീവികൾക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നത്, ചൂട്, കാലാവസ്ഥ നിയന്ത്രണം, ഇതൊക്കെ തന്നെ ചെയ്യുന്നത് കടലാണ് എന്നുള്ളതാണ്. അപ്പോൾ കടലില്ലാത്ത ഒരു ഭൂമിയെ പറ്റി നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. കടലാണ് കരയിലുള്ള ജീവൻ്റെ അനുയോജ്യമായ സാഹചര്യം ഉണ്ടാക്കിയത്. കടലിൽ നിന്നാണ് ജീവൻ തുടങ്ങുന്നത്. ഇപ്പോഴും ഇനി ഭാവിയിലേക്ക് നമ്മൾ നോക്കുമ്പോഴും തീർച്ചയായിട്ടും നമ്മുടെ പല സ്രോതസ്സുകളും അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനും വികസിക്കാനും ഒക്കെ ഉള്ള പല ഉൽപ്പന്നങ്ങളും തീർച്ചയായിട്ടും കടലിൽ നിന്ന് തന്നെ വരേണ്ടി വരുമെന്നുള്ളതാണ്. ഈ കൊച്ചിയിലെ ഈ കായൽക്കരയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, ഈ കായൽ നമ്മൾ ഐതിഹ്യത്തിലൊക്കെ ഈ കടലിൽ നിന്ന് എടുത്ത ഒരു ഭൂമിയാണെന്നാണല്ലോ പറയുന്നത്. അത് തന്നെയാണ് ശാസ്ത്രവും പറയുന്നത്. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളുടെ ഒട്ടുമിക്ക ഭാഗവും കടലിൽ നിന്ന് ഉയർന്നു വന്നവയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഈ ഒരു ആത്മബന്ധം എന്ന് പറയുന്നത്. അത് ഒരുപാട് കാലത്തെ കടൽ യാത്രകളിലൊക്കെയുള്ളൊരു പരിചയം ഉണ്ടായ ഒരു മനുഷ്യരുമാണ് കേരളക്കരയിലുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതാണ്ട് സഹ്യപർവ്വതത്തിൽ താമസിച്ചാലും നമ്മളും കടലും തമ്മിലുള്ള ബന്ധം മാറുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു അദൃശ്യമായ ഒരു പൊക്കിൾക്കൂടി ബന്ധം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമ്മുടെ കലയിലും കവിതയിലും ഒക്കെ തന്നെ പല രീതിയിൽ അത് കാണാമെന്നുള്ളതാണ്. പൊതുവിലെപ്പോഴും നമ്മൾ കടലിനെ ബന്ധപ്പെടുത്തുന്നത് അതിനോട് ചേർന്ന് നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ കടൽ മനുഷ്യരുമാണ്. പക്ഷേ അതിലപ്പുറത്തേക്ക് വലുതായി നിൽക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തിന് തന്നെ കടലുമായിട്ട് വളരെ അവരുടെ ദൈനംദിന ജീവിതത്തിലായിരുന്നാലും വളരെ ഒരു ബന്ധം കൊണ്ടുപോകുന്നുണ്ട് എല്ലാ തരത്തിലും. ഇപ്പോൾ കടലിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നവരാണ് കടൽ മനുഷ്യർ, ഈ കടൽ പണിക്കാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കടലിനോട് ചേർന്ന് നിൽക്കുന്ന സമൂഹങ്ങൾ.
അവരുടെ ഒരു സംസ്കാരവും ജീവിതവും ഒക്കെ എങ്ങനെയാണ് ഈ കടൽ അതിനെ പരുവപ്പെടുത്തിയിരിക്കുന്നത്? റോബർട്ട് മാഷ് തിരുവനന്തപുരം വലിയതുറ സ്വദേശിയാണ്. ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് എന്ന ഗവേഷണ മത്സ്യത്തൊഴിലാളികളൊക്കെ ഒരുമിച്ചുള്ള ഗവേഷണ സ്ഥാപനത്തിൻ്റെ കീഴിൽ കടലിനടിയിലെ ജീവജാലങ്ങളെ ഡോക്യുമെൻ്റ് ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. റോബർട്ട് മാഷ് എങ്ങനെയാണ് ഈ കടൽ മനുഷ്യരുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും എങ്ങനെയാണ് പരുവപ്പെടുത്തുന്നത്? താങ്ക് യു കുമാർ. ആദ്യമേ എനിക്ക് ഈ വേദിയിൽ ഇങ്ങനൊരു അവസരം ലഭിച്ചതിൽ ഇതിൻ്റെ സംഘാടകരോട് നന്ദി പറയുന്നു. ഒപ്പം ഇന്ന് കേരളത്തിൽ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന സമുദ്ര ശാസ്ത്ര മേഖലയിലെ ഏറ്റവും ജനകീയനായ ശാസ്ത്രജ്ഞൻ ബിജുകുമാർ സാറിനോടൊപ്പം ഈ വേദി പങ്കിടാൻ ലഭിച്ച അവസരത്തിനോടും ഞാൻ നന്ദി പറയുന്നു. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞ സമുദ്ര ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞതിലൊരു ചെറിയൊരു തിരുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു വിദ്യാർത്ഥിയാണ്. ആക്ച്വലി ഞാൻ 65 വയസ്സുണ്ട്. പക്ഷേ കഴിഞ്ഞ 50 വർഷമായി കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന, കടലിൽ പണിയെടുത്ത് കടലിനെ നിരീക്ഷിച്ച് അറിവുകൾ നേടിയിട്ടുള്ള കടൽപ്പണിക്കാരുടെ എൻ്റെ അച്ഛൻ, ജ്യേഷ്ഠന്മാർ ഉൾപ്പെടെയുള്ള ആ സമൂഹത്തിൻ്റെ അറിവിനെ പിന്തുടർന്ന് അവരുടെ അറിവിലെ കടലിനെ സംബന്ധിച്ചുള്ള അകക്കാഴ്ചകൾ സാധാരണ ജനങ്ങൾ, ഈവൻ ശാസ്ത്ര സമൂഹം കടലിനെ പുറംനോട്ടത്തിലൂടെ കണ്ട് മനസ്സിലാക്കുമ്പോൾ കടൽപ്പണിക്കാർ കടലിനെ അവരുടെ ജീവിതവുമായി ബന്ധിപ്പിച്ച് ആവാഹിച്ച് അതിൻ്റെ അകക്കാഴ്ചകൾ കാണുന്ന ആ കാഴ്ചകളിലെ അറിവിനെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന 50 വർഷമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. ഇതിൽ കുമാർ ചോദിച്ച ആ തൊഴിലാളികളുടെ അതിൻ്റെ പിന്നിലെ സംസ്കാരവും അല്ലെങ്കിൽ ആ അറിവിൻ്റെ ആഴത്തെപ്പറ്റി പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ കടലൊരു ലാർജ് വാട്ടർ ബോഡിയാണ്. പക്ഷേ കടൽപ്പണിക്കാർ അങ്ങനെയല്ല കാണുന്നത്. പക്ഷെ സാധാരണ ജനങ്ങൾ ചിലപ്പോൾ വിചാരിക്കും തലേന്ന് കുടിച്ച കള്ളിൻ്റെ കെട്ടുവിടുമ്പോൾ വലയുമായി പോയി എവിടെയെങ്കിലും വല വിട്ട് ഭാഗ്യത്തിന് കിട്ടുന്ന മീനുമായി വരുന്നവനാണ് കടൽപ്പണിക്കാരനെന്ന് ധരിക്കുമെങ്കിലും അങ്ങനെയല്ല. കടൽപ്പണിക്കാർക്കിടയിൽ കടലിൻ്റെ പ്രത്യേകിച്ച് കടലിൻ്റെ അടിത്തട്ടിനെ സംബന്ധിച്ച്, അത് അവിടെ നേരിൽ കാണാതെ തന്നെ ആ കടലിൻ്റെ അടിത്തട്ടിനെ സംബന്ധിച്ച് ധാരാളം അറിവുള്ള തൊഴിലാളികളുണ്ട്. അവർ ആ ഇടങ്ങളിൽ പോയി കടലിൻ്റെ അടിത്തട്ടിലെ പാരിസ്ഥിതികമായ പ്രത്യേകതകളുള്ള സ്ഥലങ്ങളിൽ പോയി കൃത്യമായി മീൻ പിടിച്ചു കൊണ്ടുവരുന്ന തൊഴിലാളികളുണ്ട്. അപ്പോൾ അവരുടെ അറിവ് എന്നെ കുഞ്ഞുനാളിലെ അതിശയപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. എൻ്റെ അച്ഛനും ജ്യേഷ്ഠനും തുടങ്ങി അവരൊക്കെ അങ്ങനെ പണിയെടുക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്, അവർ ആ മീൻ പിടിച്ച കടലിൻ്റെ അടിത്തട്ടിലെ ആ സ്ഥലങ്ങളിലേക്ക് സ്കൂബ ഡൈവിംഗ് നടത്തി അതിൻ്റെ അകക്കാഴ്ചകൾ നേരിൽ പകർത്തി അതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. അപ്പോൾ അത് ആ കടലിൻ്റെ ആ സംസ്കാരത്തിൽ നിന്ന്, ആ തൊഴിൽ ശീലത്തിൽ നിന്ന് ഞാനിന്ന് കണ്ടെത്തുന്ന കാര്യങ്ങൾ ശരിക്കും കടലിൻ്റെ ഒരു വലിയ മഹാത്ഭുതമായിട്ടാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഞാനൊരു കടലിൻ്റെ അടിത്തട്ടിൽ കടലിലെ ജൈവസമ്പത്തിന് നിലനിൽക്കാനും അതിനെ ഉൽപാദനക്ഷമമായി തുടർന്നു പോകാനും സഹായിക്കുന്ന ഒട്ടേറെ പ്രദേശങ്ങളുണ്ട്. നമ്മൾ ഈ കരയുടെ ടോപ്പോഗ്രഫിയിൽ നമ്മളിപ്പോൾ മൂന്നാർ എന്ന് പറയും പോലെ, പൊന്മുടി എന്ന് പറയും പോലെ, അല്ലെങ്കിൽ അതുപോലുള്ള പാരിസ്ഥിതിക പ്രത്യേകതകളുള്ള പ്രദേശങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ടോപ്പോഗ്രഫിയിലും അതിനുള്ളിലെ ജീവജാലങ്ങളിലും കാണുന്ന വൈവിധ്യം പോലെ കടലിൻ്റെ അടിയിൽ ചില പ്രത്യേക പ്രദേശങ്ങളുണ്ട്. ആ പ്രത്യേക പ്രദേശങ്ങളിലെ ജൈവവും അജൈവവുമായിട്ടുള്ള ഘടകങ്ങൾ പ്രതിപ്രവർത്തിച്ച് അവിടെ ജീവജാലങ്ങൾക്ക് നിലനിൽക്കാനും ഉൽപാദനക്ഷമമായി തുടരാനുമുള്ള സാഹചര്യം ആ പ്രദേശങ്ങളുണ്ട്. അത്തരം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കടലിനടിയിൽ പോയി ഡോക്യുമെൻ്റ് ചെയ്യുന്ന ഒരു ജോലിയിലാണ്, ഒരു പഠന രീതിയിലാണ് ഞാനിപ്പോൾ കഴിഞ്ഞ 10 വർഷമായി തുടർന്ന് വരുന്നത്. വാസ്തവത്തിൽ വളരെ അതിശയകരമാണ്.
നമ്മൾ അവിടെ എത്തിച്ചേരുമ്പോൾ അതിൻ്റെ ടോപ്പോഗ്രഫി നമ്മൾ ഈ കരയിലെ ഭൂപ്രകൃതിയിൽ കാണുന്ന വ്യത്യസ്തതകൾ പോലെ തന്നെ അതിൻ്റെ ടോപ്പോഗ്രഫിയിലെ ഓരോ പ്രദേശത്തും പ്രത്യേകതകളുണ്ട്. ചില സ്ഥലങ്ങളിൽ നിരപ്പായ ഉറച്ച പ്രതലങ്ങളുണ്ട് കടലിൻ്റെ അടിത്തട്ടിൽ. അതുപോലെ ചില സ്ഥലങ്ങളിൽ അടരുകളുള്ള പാറകളുടെ അടരുകളുള്ള പാരികളുണ്ട്. അവിടെ ചില സ്ഥലങ്ങളിൽ ഉയർന്ന പാറകളുള്ള ഭൂപ്രദേശങ്ങൾ, കടലിനടിയിലെ ഭൂപ്രദേശങ്ങളുണ്ട്. എന്നെ അതിശയിപ്പിക്കുന്ന കാര്യം, ഈ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടുത്തെ ജീവജാലങ്ങളുടെ വൈവിധ്യം വ്യത്യസ്തമാണ്, വളരെ വ്യത്യസ്തമാണ്. നമ്മളവിടെ എത്തിച്ചേരുമ്പോൾ കാണുന്നത് അചഞ്ചലമായി ഇമ്മൂവബിളായി നിൽക്കുന്ന ധാരാളം ജന്തുക്കളുണ്ട് കടലിനടിയിൽ. സാധാരണ കരയിൽ നമ്മൾ കാണുന്നത് സാധാരണ സസ്യങ്ങളാണ് ഇമ്മൂവബിളായി നിൽക്കുന്നത്. പക്ഷേ കടലിനടിയിലെ പാറുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ ധാരാളം ജന്തുക്കൾ അചഞ്ചലമായി ഇമ്മൂവബിളായി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അടരുകളിൽ ജീവിക്കുന്ന ഈൽ മത്സ്യങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അവയുടെ ക്ലീനർ ഫിഷസിനെ പോലെയുള്ള ഷ്രിമ്പുകളെ പോലെയുള്ള അസോസിയേറ്റുകളായിട്ട് ധാരാളം ജീവജാലങ്ങളെ കാണാൻ പറ്റും. അതുപോലെ പാറുകളിൽ മാത്രം സ്ഥിരതാമസമാക്കിയ ധാരാളം മത്സ്യങ്ങളെ നമുക്കവിടെ കാണാൻ പറ്റും. ലുഡ്ജാനസിനെ പോലെ, ഗ്രൂപ്പറിനെ പോലെ അങ്ങനെയുള്ള ധാരാളം മത്സ്യങ്ങളെ എപ്പോൾ പോയാലും പാറുകളിൽ കാണാൻ പറ്റുന്ന അങ്ങനെയുള്ള സ്ഥിരമായി താമസിക്കുന്ന പാറുകൾ വാസയിടമാക്കിയ ജീവജാലങ്ങളെ നമുക്കവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ കടലിൽ ധാരാളം സഞ്ചാര മത്സ്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഓരോ ഇടത്താവളങ്ങളിൽ പോയി തങ്ങി ഇരപിടിച്ച് കുറച്ച് കഴിയുമ്പോൾ മറ്റൊരു ഇടത്താവളം തേടി പോകുന്ന കരാങ്സ് പോലുള്ള ബാരക്കുട പോലുള്ള ജീവജാലങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ പോകുമ്പോൾ അവിടെ കരാങ്സേ കാണുകയുള്ളൂ, വേറെ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ബാരക്കുട കാണാം, അതുപോലുള്ള സഞ്ചാര മത്സ്യങ്ങളെ കാണാം. ഇങ്ങനെ വളരെ 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 വിജ്ഞാനപ്രദമായ അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഞങ്ങൾ ഈ കടലിനടിയിൽ നിന്ന് ഇപ്പോൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നെ അതിശയിപ്പിക്കുന്ന കാര്യം, ഇന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ഒരു 50 വർഷം മുമ്പ് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിയോ ഡൈവിങ്ങോ ഒന്നും അറിയാത്ത സമയത്ത്, GPS ഒന്നും ഇല്ലാത്ത സമയത്ത് ഞങ്ങളുടെ പൂർവികർ ഇതേ സ്ഥലങ്ങളെപ്പറ്റി പറഞ്ഞ അതേ കാര്യങ്ങൾ അച്ചിട്ട പോലെയാണ് ഞങ്ങളിന്ന് പകർത്തിയെടുക്കുന്നത്. അതാണ് കടലറിവിൻ്റെ പ്രത്യേകത, ആ സംസ്കാരത്തിൻ്റെ പ്രത്യേകത. താങ്ക് യു റോബർട്ട് മാഷ്. ഈ കടൽ അറിവുകളെക്കുറിച്ച് പറയുമ്പോഴേക്കും കടലിനെക്കുറിച്ച് കൂടുതൽ ഔദ്യോഗികമായി പഠനം നടത്തുന്ന പല ഗവേഷണ സ്ഥാപനങ്ങളും നമുക്കുണ്ട്. അവിടെയൊക്കെ പലപ്പോഴും ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കടൽ ചേർന്ന് നിൽക്കുന്നവരുടെ അറിവുകളും അവരുടെ പങ്കാളിത്തവും ഒക്കെ പലപ്പോഴും അവഗണിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നീന്താനറിയാത്ത പലരും കടൽ ശാസ്ത്രജ്ഞരായി അവരുടെ പഠന റിപ്പോർട്ടുകളൊക്കെ വരുന്നൊരു കാലമാണ്. കടലെന്നുള്ളത് അവരുടെ ലബോറട്ടറിയിലെ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യപ്പെട്ട ഇതിൽ മാത്രം പഠനങ്ങൾ നടത്തി അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് വരുന്ന ഒരു സിസ്റ്റത്തിൻ്റെയും കൂടെ ഭാഗമാണ് നമ്മൾ. ഇത്തരത്തിൽ വലുതായ ഒരു സിസ്റ്റം നിലനിൽക്കുമ്പോഴൊക്കെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരേ സമയം കടലിനെയും അതിലെ ജീവജാലങ്ങളെയും ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിനൊപ്പം തന്നെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെയും ഈ കടലിനോട് ചേർന്ന് നിൽക്കുന്നവരുടെയും അവരുടെ അറിവും പങ്കാളിത്തവും ഒക്കെ ചേർത്തുകൊണ്ട് ഈ മേഖലയിൽ അക്കാദമികപരമായും ശാസ്ത്രീയപരമായും ഒക്കെ സംഭാവനകൾ നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ ബിജുകുമാർ സർ. സർ, നമ്മുടെ കടലിനടിയിലെ ജീവജാലങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്ററാക്ഷൻസിനെ കുറിച്ച് പൊതുവിൽ നമുക്ക് ധാരണ കുറവാണ്. നമ്മൾ ഒരു മേൽനോട്ടത്തിൽ നോക്കുമ്പോൾ നമ്മൾ പോകുന്നു, കടലിൽ പോകുന്നു, ചൂണ്ടയിടുന്നു, അല്ലെങ്കിൽ വലയിടുന്നു, മീൻ പിടിക്കുന്നു, വരുന്നു, പിന്നെ നമ്മളത് ഭക്ഷണമാക്കുന്നു എന്നുള്ളതാണ്. ഈ കടലിനടിയിലെ ഈ ഇൻ്ററാക്ഷൻസ് എങ്ങനെയാണ്? അതായത് ഈ ജീവജാലങ്ങൾ പരസ്പരം തമ്മിലുള്ള അല്ലെങ്കിൽ ഈ ജീവജാലങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മനുഷ്യരും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ, അത് പഠിക്കപ്പെടേണ്ട ആവശ്യകത എന്താണ് ഇപ്പോൾ? നല്ല ചോദ്യമാണ്. അതിനകത്ത് എപ്പോഴും നമ്മളിപ്പോൾ ഈ കേരളത്തിലായാലും ഇന്ത്യയിലെ സ്കൂളുകളിലെ വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ ജൈവശാസ്ത്രം പഠിക്കുന്നതെല്ലാം പലപ്പോഴും വിദേശ മത്സ്യങ്ങളെ, വിദേശത്തിലെ കടലിൻ്റെ ഒരു ജൈവസമ്പത്തിനെ അടിസ്ഥാനമാക്കിയുള്ള പഠനങ്ങളാണ്. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ പരിസര വിജ്ഞാനം എന്ന് പറയുന്നത്, എക്കോളജി എന്ന് പറയുന്നത് പലപ്പോഴും കാടിനെയോ അല്ലെങ്കിൽ നമുക്ക് കരയിലുള്ള ആവാസ വ്യവസ്ഥകളെ അടിസ്ഥാനമാക്കിയാണ്. പോയി കാണാൻ വളരെ എളുപ്പമാണ്.
കടലിൽ നമ്മൾ പുറമേ നോക്കുമ്പോൾ കടലിൽ വെള്ളം മാത്രമേ കാണുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ കടലിൻ്റെ അടിയിലേക്കുള്ള ഗവേഷണത്തിനുള്ള സാധ്യതകളൊക്കെ ഇപ്പോൾ വളരെയധികം കൂടിയിട്ടുണ്ട്. പുതിയ സാങ്കേതിക വിദ്യ വന്നതോടുകൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൽ ആദ്യമായിട്ട് വിദേശികൾ എത്തുമ്പോൾ ഒരുപക്ഷെ 12ാം നൂറ്റാണ്ടിൽ ഫ്രയ ഒറാറിക് എന്ന് പറയുന്നൊരു റൈറ്ററുണ്ട്, സഞ്ചാരിയാണ്. ഈ സഞ്ചാരി കേരളത്തിലേക്ക് വന്നതിൻ്റെ രസകരമായ ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് കേരളത്തിലേക്ക് വരുന്നത് നിങ്ങൾക്കറിയാം, പണ്ട് ഈ സ്റ്റീം എഞ്ചിനൊന്നും ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും കാറ്റാണ് അവരെ കൊണ്ടുവരുന്നത്. മൺസൂൺ കാറ്റുകളായിരിക്കും അവരെ ഒരു തീരത്തേക്ക് അടുപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കേരള തീരത്തേക്ക് ഞാൻ അടുത്താൽ പോകും, അത് കേരളമെന്ന് തന്നെ അദ്ദേഹത്തിന് അറിയില്ല. നമ്മൾ ഈ തീരത്തേക്ക് വരുമ്പോൾ ഇവിടെ കണ്ടത് മുഴുവൻ മത്സ്യങ്ങളുടെ പുറം ഭാഗം മാത്രമാണ്. എനിക്ക് തിരകൾ കണ്ടില്ല, അത്രയധികം മത്സ്യങ്ങളാണ്. അദ്ദേഹം അന്ന് കണ്ട മത്സ്യം മത്തിയാണ്. അപ്പോൾ ഏതാണ്ട് 12ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കേരളത്തേക്ക് എത്തുന്ന സഞ്ചാരികൾ അദ്ദേഹം ആദ്യമായിട്ട് കാണുന്നത് ഒരു മത്തിയെ പിന്തുടർന്നാണ് അവർ കേരളത്തിലേക്ക് എത്തുന്നത്. ഇന്നിപ്പോൾ നമുക്ക് മത്തി വളരെ അപൂർവമായ ഒരു മത്സ്യമായിട്ട് മാറുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ കേരളത്തിൻ്റെ ഒരു ചരിത്രം കേരളത്തിന് എന്തുകൊണ്ട് മറ്റ് തീരദേശ സംസ്ഥാനങ്ങളുമായിട്ട് വ്യത്യസ്തമായിരിക്കുന്നു പറഞ്ഞാൽ, ഇവിടെ പോഷക സമൃദ്ധമായ വെള്ളമുണ്ട്, ഇവിടെ മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പറ്റുന്ന പാരുകളുണ്ട്. നമുക്ക് കന്യാകുമാരി തീരത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വെഡ്ജ് ബാങ്ക് ഉണ്ട്. ഇതെല്ലാം നമുക്ക് പലപ്പോഴും ശരാശരി മലയാളിക്ക് കടലെന്ന് പറയുന്നത് പലപ്പോഴും തീരത്തേക്കുള്ള തിര മാത്രമാണ്. അതല്ലാതെ നമുക്ക് കടലിൻ്റെ പ്രാധാന്യത്തെ പറ്റിയോ കടലിൻ്റെ ജീവസമ്പത്തിനെ പറ്റിയോ നമുക്കറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. നമ്മുടെ പരിസര വിജ്ഞാനീയത്തിൽ ഒരിക്കലും കടലൊരു വിഷയമായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് നമുക്കറിയാം, ഒരു ലോകത്തെ തന്നെ അല്ലെങ്കിൽ കടലിൽ തന്നെ ഏറ്റവും വലിയ പ്രഡേറ്റർ എന്ന് പറയുന്നത് ഇരപിടിയൻ എന്നുള്ളത് കടുവയാണെന്ന് നമുക്കറിയാം. അതേസമയം കടുവയുടെ അതേ സേവനങ്ങൾ തന്നെയാണ് കടലിലെ ഒരു സ്രാവും ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പലപ്പോഴും അറിയില്ല. അപ്പോൾ ആ സ്രാവ് മാറിയാൽ എന്താണ് കടലിന് സംഭവിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടും വ്യക്തമായ ധാരണ ഇല്ല എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയാം. നമുക്ക് നമ്മളെല്ലാവരും ഒരു ശരാശരി ഇന്ത്യക്കാരൻ തിമിംഗലങ്ങളെ കണ്ടിരിക്കുന്നത് നാഷണൽ ജിയോഗ്രാഫിക്കിൽ അന്റാർട്ടിക്കിൽ ക്രില്ലിനെ പിടിക്കാൻ പോകുന്ന തിമിംഗലങ്ങളാണ്. അത് നീലത്തിമിംഗലമാണ്, ലോകത്തെ ഏറ്റവും വലിയ ജീവിയാണെന്നുള്ളത് നമുക്ക് ധാരണയുണ്ട്. പക്ഷേ നമുക്ക് ആർക്കും അറിയില്ല കേരള തീരത്തു കൂടി നീലത്തിമിംഗലങ്ങൾ പ്രത്യേകിച്ച് ശ്രീലങ്കൻ തീരത്തേക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ അടുത്ത കാലത്തായിട്ട് നടത്തിയൊരു പഠനത്തിന് എൻ്റെ ഒരു രസകരമായ കഥയും കൂടി ഞാൻ പറയാം. 2018 നമ്മൾ ആദ്യമായിട്ട് ഇപ്പം നമുക്ക് കടുവയെ തന്നെ റേഡിയോ കോളർ ഇടാൻ പറ്റും. അത് സഞ്ചരിക്കുന്ന വഴികളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ടാഗ് ചെയ്യാൻ പറ്റും. പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് തിമിംഗലങ്ങളെ ടാഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒമാനിൽ അവർ ഒരു 10-24 തിമിംഗലങ്ങളെ, പ്രത്യേകിച്ച് ഹംബാക്ക് എന്ന് പറയുന്ന കൂനൻ തിമിംഗലങ്ങളെ ടാഗ് ചെയ്തു. അപ്പോൾ ടാഗ് ചെയ്യുക എന്ന് പറയുന്നത് ഈ കടുവയെ ടാഗ് ചെയ്യുന്ന പോലെയല്ല, അതിൻ്റെ ശരീരത്തിനുള്ളിലേക്ക് ഈ ചിപ്പ് കടത്തിവിടണം. അതൊരു മിക്കവാറും എയർ ഗൺ വെച്ചിട്ടാണ് അവർ അതിനകത്തേക്ക് കടത്തിവിടുന്നത്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് വായു എടുക്കാനായിട്ട് വെള്ളത്തിൻ്റെ സർഫസിലേക്ക് വരും, ഉപരിതലത്തിലേക്ക് വരും. അപ്പോൾ ഇതിന് നമുക്ക് സാറ്റലൈറ്റ് വെച്ച് ട്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അവിടുന്ന് ടാഗ് ചെയ്ത, ഒമാനിൽ നിന്ന് ടാഗ് ചെയ്ത ഒരു തിമിംഗലം കേരള തീരത്തേക്ക് വരുന്നു എന്നുള്ളത് നമ്മൾ അറിയിക്കുകയുണ്ടായി. അപ്പോൾ നമ്മളതിനെ പിന്തുടരാനായിട്ട് തീരുമാനിച്ചു. അന്ന് ഞങ്ങൾ കൊച്ചിയിലാണ് വന്നത്. കൊച്ചിയിൽ കോസ്റ്റ് ഗാർഡാണ് ഞങ്ങളെ സഹായിച്ചത്. കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലിൽ പോയിട്ട് അപ്പോൾ ഇത് തിമിംഗലം ഉയർന്നു വരുമ്പോഴേക്കും നമുക്കൊരു സിഗ്നൽ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് ദൂരം നമുക്ക് ഈ തിമിംഗലത്തിനെ ട്രേസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഒരു ചോദ്യമുള്ളത്, എന്നിട്ട് തിരിച്ച് അത് പിന്നെ തമിഴ്നാട് തീരത്തേക്ക് പോവുകയായിരുന്നു. കാരണം ഒരു ഷിപ്പിനെക്കാളും വേഗത്തിലാണ് പലപ്പോഴും ഈ തിമിംഗലങ്ങൾ യാത്ര ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ നമുക്കുണ്ടായ ചില ചോദ്യങ്ങളുണ്ട്. എന്തിനാണ് തിമിംഗലം കേരള തീരത്തേക്ക് വന്നത്? അത് ആഹാരം തേടിയാണോ, ഇണയെ തേടിയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവിൻ്റെ പരിമിതിയാണ്. നമുക്ക് ആർക്കും അറിയില്ല, തിമിംഗലങ്ങളെ പറ്റി നമുക്കറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു ഇത് ഏറ്റവും എളുപ്പ വഴി കടലിൽ സ്ഥിരമായിട്ട് കാണുന്ന മത്സ്യത്തൊഴിലാളികളാണ്. മത്സ്യത്തൊഴിലാളികളുമായിട്ട് സംസാരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ദിബാനിയും സംഘവും അതിനകത്ത് കുമാറും ഭാഗമായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തത്, നമ്മൾ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള വളരെ സീനിയറായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ കണ്ട് സംസാരിച്ചു. നിങ്ങൾ തിമിംഗലങ്ങളെ കണ്ടിട്ടുണ്ടോ എന്ന് ആ ചോദ്യങ്ങൾ അവസാനിക്കുമ്പോൾ നമുക്ക് കിട്ടിയത് ഒരു കൂട്ടം അറിവുകളാണ്. അപ്പോൾ അവരെല്ലാവരും കണ്ടിട്ടുണ്ട്. പലരും അതിൻ്റെ കടലച്ഛൻ എന്നാണ് വിളിക്കുന്നത്. ചില മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു ഇവർ വരുമ്പോൾ, വലിയ തിമിംഗലങ്ങൾ വരുമ്പോൾ ഞങ്ങൾ എണീറ്റ് നിന്ന് വെള്ളത്തിൽ നിന്ന് പ്രാർത്ഥിക്കും എന്നുള്ളതാണ്. അപ്പോൾ കാരണം തിമിംഗലങ്ങൾ എപ്പോഴും തീരത്തേക്ക് വരുമ്പോൾ അവരെപ്പോഴും മത്സ്യം തേടിയാണ് വരിക. അപ്പോൾ ആ സ്ഥലത്ത് പോയി വലയിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് മത്സ്യം കിട്ടും. അപ്പോൾ ഈ അറിവ് തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ തിമിംഗലങ്ങളെ കണ്ടിരിക്കുന്നത് തിരുവനന്തപുരം തീരത്തിനും തമിഴ്നാട് തീരത്തിനും ഇടയ്ക്കുള്ളൊരു ഭാഗത്താണെന്നുള്ളതാണ്. അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. എന്നാൽ പിന്നെ തിമിംഗലങ്ങൾ ഈ കിളികളെ പോലെ പാട്ട് പാടും. പ്രത്യേകിച്ചും ഹംബാക്ക് തിമിംഗലങ്ങൾ നന്നായിട്ട് പാട്ട് പാടും. അപ്പോൾ ഈ പാട്ടെന്ന് പറയുന്നത് ഹംബാക്ക് തിമിംഗലങ്ങളുടെ പാട്ട് ഏതാണ്ട് വെള്ളത്തിനടിയിൽ ശബ്ദം പെട്ടെന്ന് സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ 100 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് കേൾക്കാൻ പറ്റും. അങ്ങനെയാണ് ഇണയെ സഞ്ചരിക്കുന്നത്. ഇത്രയും വലിയ ജീവികൾ ഇണയെ കണ്ടെത്തുന്നത് പാട്ട് പാടിയിട്ടാണ്. അത് വിസിലിംഗ് ആണ്, ശരി വിസിലാണ്. അപ്പോൾ അത് നീണ്ടു നിൽക്കുന്ന വിസിലാണ്. ഇനി
ഇത് വിസിൽ ഇണയെ കണ്ടെത്താൻ ഒരു തരത്തിലുള്ള വിസിലാണെങ്കിൽ ആഹാരം കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ള സന്തോഷം അത് പരസ്പരം അറിയിക്കുന്നത് വേറൊരു ശബ്ദമാണ്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞതനുസരിച്ചിട്ടാണ് നമ്മൾ തിരുവനന്തപുരം തീരത്ത് അന്ന് കുമാരൻ സംഘമൊക്കെ ഉണ്ടായിരുന്നു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ തന്നെ പറഞ്ഞു അവിടെ കടലിനടിയിൽ 40 മീറ്റർ ആഴ്ചയിൽ പാറക്കൂട്ടമുണ്ട്. അവരാണ് നേരത്തെ റോബർട്ട് പറഞ്ഞ പാരുകൾ. അപ്പോൾ ഈ പാരുകളുടെ അകത്ത് നമ്മൾ ഹൈഡ്രോഫോൺ എന്ന് പറയുന്ന ഒരു ഉപകരണം വെക്കുകയാണ്. അപ്പോൾ ഹൈഡ്രോഫോണിൻ്റെ പ്രത്യേകത അത് ശബ്ദം ഇങ്ങനെ നിരന്തരമായിട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞങ്ങൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഈ ഹൈഡ്രോഫോൺ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അപ്പോൾ ഓരോ തിമിംഗലത്തിനും ഓരോ രീതിയിലുള്ള ശബ്ദമാണ്. അപ്പോൾ നമ്മൾ ഹംബാക്ക് വെയിൽ എപ്പോൾ വരുന്നു എന്നറിയാനാണ് നമ്മളത് വെച്ചെങ്കിലും നമുക്കതിനകത്ത് കിട്ടിയത് നീലത്തിമിംഗലത്തിൻ്റെ ശബ്ദമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നീലത്തിമിംഗലം കേരള തീരത്ത് കൂടി യാത്ര ചെയ്യുന്നുവെന്നും ആ യാത്ര ചെയ്യുന്നതിനകത്ത് പല വഴികളുണ്ടെന്നും നീലത്തിമിംഗലം എന്ന് പറയുന്നത് നമ്മൾ അന്റാർട്ടിക്കയിൽ കാണുന്ന ആ വലിയ തിമിംഗലത്തിൻ്റെ ചെറിയ രൂപം ഡ്വാർഫ് ബ്ലൂ വെയിൽ എന്ന് പറയും അതായിരിക്കാം ഇവിടെ എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ പഠനം തുടങ്ങുന്നതെന്നാണ്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ കേരള തീരത്ത് തന്നെ 4 ഇനം വലിയ തിമിംഗലങ്ങളുണ്ട്. അത് പലപ്പോഴും ചത്തടിയാണ് പതിവ്. അത് യാത്ര ചെയ്യുന്നുണ്ട്, നിരന്തരമായിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ മത്സ്യമായ തിമിംഗല സ്രാവ് ഏതാണ്ട് ഗുജറാത്തിൽ നിന്ന് അതിൻ്റെ പ്രജനനത്തിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്ന വഴികളിൽ ഒന്നാണ് കേരളം. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഈ മഴക്കാലത്തിന് ശേഷം ഒരു ഡിസംബർ നവംബർ മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ വലയിൽ തിമിംഗല സ്രാവ് പെടുന്നത്. പുതിയ പഠനങ്ങൾ പറയുന്നത് ഗുജറാത്ത് തീരത്ത് നിന്നും വലിയ തിമിംഗലങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ മത്സ്യമായ തിമിംഗല സ്രാവ് യാത്ര ചെയ്ത് കേരള തീരത്ത് കൂടി ആഫ്രിക്കയിലെ മൊസാംബിക് തീരത്ത് പോയിട്ട് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ ദേശാടന പാതയും കൂടിയാണ് കേരളം എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൻ്റെ ജൈവസമ്പത്തിനെ പറ്റി, കടലിനെ പറ്റി, കടലിൻ്റെ അടിത്തട്ടിനെ പറ്റിയിട്ട്, അവിടുത്തെ ജീവജാലങ്ങളെ പറ്റിയിട്ട് നമ്മുടെ അറിവ് വളരെ കുറവാണ്. അത് ഇവിടെ മാത്രമല്ല, ഇതിന് തെറ്റിദ്ധരിക്കരുത്, ലോകത്ത് തന്നെ കടലിൻ്റെ അടിത്തട്ടിനെ പറ്റിയിട്ടുള്ള വിവരം കുറവാണ്. അതുകൊണ്ടാണ് ഒരു പ്രശസ്തമായ ഒരു കൊട്ടേഷൻ ഉള്ളത്, ഉദ്ധരണി ഉള്ളത്, നമുക്ക് ചന്ദ്രനെ പറ്റി അറിയാവുന്നുള്ള അത്രയും പോലും നമുക്ക് ആഴക്കടലിനെ പറ്റി അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അറിവിൻ്റെ പരിമിതികൾ എപ്പോഴും കടലുമായിട്ട് ബന്ധപ്പെടുത്തി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒരുപാട് അറിയാനുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യം നിരന്തരമായി കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളിൽ നിന്നും ഒരുപാട് വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനെ എങ്ങനെ പുതിയ കാലഘട്ടത്തിൽ ശാസ്ത്രീയമായി രേഖപ്പെടുത്താമെന്നുള്ളതും കൂടിയാണ് നമ്മൾ പുതിയ ശാസ്ത്രം ചിന്തിക്കേണ്ടതെന്നുള്ളതാണ്. കാരണം കടലിൽ ഗവേഷണം നടത്താനുള്ള ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് ഫണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലാത്തൊരു സാധ്യത എന്ന് പറയുന്നത് പൗരസമൂഹത്തെയും മത്സ്യത്തൊഴിലാളികളെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും സാധ്യമായ കേരളത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. സാർ പറഞ്ഞ പോലെ അത്തരത്തിൽ നമ്മൾ 1-2 ശ്രമങ്ങൾ മുന്നേ നടത്തിയിരുന്നു. ബിജുകുമാർ സാറിൻ്റെ തന്നെ കേരളത്തിൻ്റെ കടൽ ജീവികൾ എന്നുള്ള പുസ്തകം കേരളത്തിലെ വിവിധ കടൽ ജീവികളെ ഡോക്യുമെൻ്റ് ചെയ്യുന്ന ഒരു ശ്രമമായിരുന്നു. പിന്നെ കേരളത്തിലാണ് ആദ്യമായി സമുദ്ര ജൈവ വൈവിധ്യ രജിസ്റ്റർ, പീപ്പിൾസ് മറൈൻ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ ആദ്യമായി ഉണ്ടാവുന്നത് കേരളത്തിലാണ്. എന്നാൽ പിന്നീട് അതിനൊരു തുടർച്ച, ഒരു കോംപ്രഹെൻസീവായിട്ട് ഒരു തുടർച്ച പിന്നീട് അതിന് സംഭവിച്ചില്ല. പക്ഷേ ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫിൻ്റെയും റോബർട്ട് മാഷിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ ആളുകൾ റിയൽ പീപ്പിൾസ് മറൈൻ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ എന്ന പേരിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. കടലിലെ ജീവജാലങ്ങൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി ജില്ലയിലെ ജീവജാലങ്ങളെ ഡോക്യുമെൻ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. നമ്മൾ ഈ സംസാരത്തിനിടയിൽ ഒരുപാട് കേട്ട കാര്യമാണ് പാര് എന്നുള്ള കാര്യം. എന്താണ് ഈ പാര് എന്നുള്ളത് നമുക്കറിയാൻ കുറച്ചുകൂടെ ഒരു ആഗ്രഹം എന്തായാലും ഉണ്ടാകും. പാരെന്ന് പറയുന്നത് കടൽ അടിത്തട്ടിനെ പൊതുവെ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ പറയുന്ന ഒരു പേരാണ്. സ്വാഭാവികമായിട്ട് അതിൻ്റെ പാര് എന്നതിൻ്റെ നമ്മുടെ മലയാളത്തിലുള്ള തത്തുല്യമായ അർത്ഥം എടുക്കുകയാണെങ്കിൽ അത് ശരിക്കും ഭൂമി അല്ലെങ്കിൽ കരയെയാണ് പ്രതിനിധീകരിക്കുന്നത്. കടലിനടിയിലുള്ള ഭൂമി അല്ലെങ്കിൽ കടലിനടിയിലുള്ള ആ ഒരു ഭൂമിയെ പൊതുവിൽ പറയുന്നതാണ് പാരെന്ന് വേണമെങ്കിൽ നമുക്ക് ഒന്ന് ഇത് ചെയ്യാം. ആ മേഖലയിൽ കൂടുതൽ ഡോക്യുമെൻറ്റേഷനും പഠനങ്ങളും ഒക്കെ നടത്തുന്ന ആളാണ് നമ്മുടെ റോബർട്ട് മാഷ്. അപ്പോൾ ഈ പാരുകളുടെ ഒരു ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഈ പാരുകൾ എത്രത്തോളം പ്രാധാന്യമാണ്, അത് ഈ കടലിനും ഈ ആവാസ വ്യവസ്ഥയ്ക്കും മത്സ്യത്തൊഴിലാളികൾക്കും എത്രത്തോളം പ്രാധാന്യമാണ് റോബർട്ട് മാഷ്, അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എത്രത്തോളം പ്രാധാന്യമാണ്? ഞാനത് ചുരുക്കി പറയാം. കാരണം ഓഡിയൻസിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരികയാണെങ്കിൽ അതിന് മറുപടി പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ഉചിതം. ചുരുക്കി പറയാം, ഞാൻ ആദ്യം പറയാൻ ശ്രമിച്ചു, കടലിൻ്റെ അടിത്തട്ടിൽ അവിടുത്തെ ജൈവസമ്പത്തിന് നിലനിൽക്കാനും പ്രതിപ്രവർത്തിക്കാനും അതുപോലെ തന്നെ ഉൽപ്പാദനക്ഷമമായതുമായിട്ടുള്ള ചില പ്രദേശങ്ങൾ കടലടിത്തട്ടിലുണ്ട്. അതിനെയാണ് പാരുകൾ എന്ന് പറയുന്നത്. ഞങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യം സാധാരണ നിങ്ങൾ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളത്തിൽ കടൽ ജീവജാലങ്ങളെ പറ്റി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ലിറ്ററേച്ചർ നിങ്ങൾ വായിക്കുമ്പോൾ
അതിൽ കൂടുതലായിട്ട് സ്പീഷീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകളാണ്. പക്ഷേ ഫിഷർമെൻ്റെ നോളജിൽ കൂടുതലും എക്കോസിസ്റ്റം ഓറിയൻറ്റഡ് ആയിട്ടുള്ള നോളജാണ്. ഞങ്ങൾ ഇതിനെ രണ്ടിനെയും ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു റിയൽ പീപ്പിൾസ് മറൈൻ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ അത് തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ്. തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഞങ്ങളിപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. ഒരു കാര്യം കൂടി പറയാം, നമുക്കിതിനകത്ത് ആരെയും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. നമ്മുടെ ചരിത്രം, കേരളത്തിൻ്റെ ചരിത്രം വാസ്തവത്തിൽ അങ്ങനെയാണ്. നിങ്ങൾ മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മലയാളം ഭാഷാ നിഘണ്ടു ശബ്ദതാരാവലി അതെടുത്ത് പരിശോധിച്ചാൽ അതിനകത്ത് സമുദ്രം എന്നതിൻ്റെ അല്ലെ കടൽ എന്നതിൻ്റെ അർത്ഥം പരിശോധിക്കുക. അതിനകത്ത് എഴുതിയിരിക്കുന്ന കടൽ എന്നാൽ കടക്കാൻ പാടില്ലാത്തതെന്നാണ്. കടക്കാൻ പാടില്ലാത്തതെന്നാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രമൊക്കെ ഉണ്ട്. 1930കളിൽ ജവഹർലാൽ നെഹ്റുവും കമലാ നെഹ്റുവും ഭാര്യ കമലാ നെഹ്റുവും കടൽ കടന്ന് തിരുവനന്തപുരത്തെത്തിയപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രവേശനം നിഷേധിച്ചു. കടൽ കടന്ന് വന്നതുകൊണ്ട് അവർക്ക് നമ്മുടെ ഒരു ചരിത്രവും സംസ്കാരവും അതാണ്, കടലിനോടുള്ള സമീപനം അതായത്. അതുകൊണ്ട് കടലിനെ പറ്റിയുള്ള അറിവുകൾ നമുക്ക് പരിമിതമാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ഈ അതേസമയം കടലിനെ പറ്റി നേരിട്ട അനുഭവങ്ങൾ അറിവുള്ള കടൽപ്പണിക്കാരുടെ സമൂഹത്തിൽപ്പെടുന്ന ഞങ്ങൾ അതിനൊരു ഒരു ബദലായിട്ടുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള കണ്ടെത്തലുകൾക്കും അത് പബ്ലിഷ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നു. താങ്ക് യു. നമുക്ക് 1-2 ചോദ്യങ്ങൾ കൂടെ ഉണ്ട്, പക്ഷേ അതിനു മുമ്പ് നമുക്ക് സമയം വളരെ കുറവായതുകൊണ്ടും അപ്പം നമുക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അത് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ ബാക്കിയിലോട്ട് കിടക്കാമെന്ന് വിചാരിക്കുന്നു. സാറ് പറഞ്ഞില്ലേ ഈ ദേശാടനം കടൽ, അപ്പോൾ അത് ഈ പോർച്ചുഗീസ് നാവിഗേറ്റർ വാസ്കോ ഡ ഗാമ സ്പൈസ് ട്രേഡിങ്ങിന് വേണ്ടി യൂറോപ്യൻ നാവിഗേറ്റർ സൗത്ത് ആഫ്രിക്ക ചുറ്റിയാണ് കേരളത്തിൽ വന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് സിൽക്ക് റോഡ് ആയിരുന്നല്ലേ സാറേ? അപ്പോൾ അത് ഈ കൊച്ചിയായിട്ട് ധാരാളം ബന്ധമുള്ളൊരു സംഭവമാണല്ലോ സാറേ ഈ വാസ്കോ ഡ ഗാമ. ഈ പറഞ്ഞ സാറാ നീലത്തിമിങ്ങലിൻ്റെ ദേശാടനം പറഞ്ഞുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതിന് മുമ്പ് കുറേ പേര് ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട്, പക്ഷേ വാസ്കോ ഡ ഗാമ 1498 കാപ്പാട് വന്ന് പിന്നെ ഇവിടെ വന്ന്. അപ്പോൾ അത് ആ മൺസൂൺ കാറ്റിനെ ആസ്പദമാക്കിയാണല്ലോ അദ്ദേഹം വന്നതും. പിന്നെ ഞാനിപ്പോൾ ഒരു പുതിയൊരു അറിവ് എനിക്ക് ഈ അടുത്താണ് കിട്ടിയത്. ഗുജറാത്തിലേക്ക് വരാൻ പുള്ളിക്ക് കൺഫ്യൂഷനായിട്ട് മൊസാംബിക്കിൽ വെച്ചായിട്ട് ഒരു ഗുജറാത്തി പൈലറ്റ് കാഞ്ചിമലം എന്നും പറഞ്ഞൊരു ഗുജറാത്തി പൈലറ്റാണ് പുള്ളിനെ നാവിഗേറ്റ് ചെയ്ത് കാപ്പാടിലേക്ക് എത്തിച്ചതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ അതിനെക്കുറിച്ച് സാറിൻ്റെ ഒരു അറിവ് കിട്ടിയ ഉപകാരമാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ കൊച്ചിയുടെ ഹിസ്റ്ററി പഠിക്കുന്ന ആളായതുകൊണ്ട് ഒരു 2-3 പോയിന്റ്സ് സാറിൻ്റെയും റോബർട്ട് സാറിൻ്റെയും കയ്യിൽ നിന്ന് കിട്ടിയ അത് ഉപകാരമായിരിക്കുള്ളൂ. അതെ, ഈ കേരള തീരത്ത് കടന്നെത്തിയവരെല്ലാം ആദ്യകാലത്ത് വന്നത് ഇവിടെ സ്പൈസ് ഉണ്ടെന്ന് മനഃപൂർവ്വം പിന്നെ അറിഞ്ഞിട്ട് വന്നവരല്ല. അവർ ഈ പ്രത്യേകിച്ച് ആദ്യത്തെ വാസ്കോ ഡ ഗാമ ഉൾപ്പെടെ യാത്ര തിരിച്ച് ഇവിടെ എത്തുന്നത് ആകസ്മികമായിട്ടാണ്. അപ്പോഴാണ് ഈ ലാൻഡിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുന്നത്, ഈ തീരത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുന്നത്. ഇവിടെയുള്ള വിഭവങ്ങൾ പ്രത്യേകിച്ചും എല്ലാ കാലത്തും കേരളത്തിൻ്റെ തീരം വിദേശികളെ നിലനിർത്തിയിരുന്നുവെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ സ്പൈസസും ആഹാരവുമാണ്. ഇനി ഭാവിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൺസൂൺ കാറ്റാണ് പലപ്പോഴും തീരുമാനിക്കുന്നത്. ഈ അമേരിക്കയുടെ കണ്ടെത്തൽ പോലും ഈ ആകസ്മികമായ ഒരു യാത്രയാണല്ലോ. അപ്പം നമ്മൾ പണ്ടുള്ള കപ്പൽ യാത്രകളുടെ പ്രത്യേകത, നമ്മളൊരു പ്രത്യേക രാജ്യത്തെ ഉദ്ദേശിച്ച് പോയാലും ചിലപ്പോൾ നമ്മൾ എത്തിപ്പെടുക, കാരണം ഈ ആധുനികമായ ദിശാ സംവിധാന സൂചികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതില്ലാതെ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആകസ്മികമായിട്ട് എത്തപ്പെടുന്നവരാണ്. അപ്പോൾ എത്തിപ്പെട്ടതിന് ശേഷം ഈ വിഭവങ്ങൾ ആണ് അവരുടെ പ്രധാനപ്പെട്ട ആകർഷണമായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ യാത്രകൾ എത്തിപ്പെട്ടത് ഏറ്റവും ജൈവസമ്പന്നമായ ഒരു പ്രദേശത്താകുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യാപാരം തുടങ്ങുന്നത് കരവഴിയുള്ള വ്യാപാരത്തെക്കാളും എളുപ്പം ചെയ്യാമെന്നുള്ളത് തീർച്ചയായിട്ടും ഈ കടലിൻ്റെ ഒരു സാധ്യതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന കാലത്തും എല്ലാത്തരം കച്ചവടങ്ങളുടെയും ഒരു വലിയ കേന്ദ്രമായിട്ട് നമ്മൾ ഹാർബറുകൾ മാറും എന്നുള്ളതിനകത്ത് സംശയമൊന്നുമില്ല. കാരണം കരയിലൂടെയുള്ള യാത്രയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട്, അന്തരീക്ഷത്തിലൂടെയുള്ള യാത്രയ്ക്ക്, വിമാനയാത്രയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കടലൊരു വലിയ യാത്രാമാർഗമായിട്ട് നിലനിൽക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും പഴയ തുറമുഖങ്ങളുടെ എല്ലാം ഭൂമി തന്നെ മാറ്റി എഴുതിയൊരു ചരിത്രവും കൂടിയുണ്ട്. അതും കൂടി ഞാൻ കൊച്ചിയുടെ കാര്യത്തിൽ പറയാം. കൊച്ചിയിൽ ഇവിടെ ഇരിക്കുന്ന നമ്മളിപ്പോൾ 2018 വെള്ളപ്പൊക്കത്തെ പറ്റിയാണ് നമ്മൾ സ്ഥിരമായിട്ട് സംസാരിക്കുന്നത്. 1341
ഇവിടെ ഉണ്ടായ ഒരു വെള്ളപ്പൊക്കമാണ്, അതൊരു സുനാമിയാണ് ആയിരിക്കാം എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത്. ആ സുനാമിയും ആ വെള്ളപ്പൊക്കവും അതിനോടൊപ്പം ഉണ്ടായ കൊടുങ്കാറ്റും ഒക്കെയാണ് ഈ ലോകത്തെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ തുറമുഖമായ മുസിരിസിനെ ഇല്ലാതാക്കി. അന്ന് കൊണ്ടുവന്ന എക്കലും മണ്ണുമൊക്കെയാണ് പിന്നീട് പുതുതായിട്ട് വെച്ചതാണ് വൈപ്പിനെന്ന് പറയുന്നത്. ഇവിടെ ഈ വേമ്പനാട് കായലിൻ്റെ മൊത്തം രൂപകൽപ്പനയും മാറിപ്പോയത് അന്നത്തെ 12ാം നൂറ്റാണ്ടിലെ വെള്ളപ്പൊക്കം കൊണ്ടാണെന്നുള്ളതാണ്. അപ്പോൾ ഒരു വെള്ളപ്പൊക്കം തന്നെ ഒരു വലിയ തുറമുഖത്തെ ഇല്ലാതാക്കുകയും പുതിയ ദ്വീപുകളെയും പുതിയ കരയും ഒക്കെ സൃഷ്ടിക്കുകയും ചെയ്ത ഒരു ചരിത്രം കേരളത്തിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ നമ്മൾ കടലിനെ പറ്റി സംസാരിക്കുമ്പോൾ, കാലാവസ്ഥാ മാറ്റത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജാഗ്രത ഉണ്ടാകേണ്ടുന്ന ഒരു സമൂഹം കേരള സമൂഹമാണ്. കാരണം പരമ്പരാഗതമായിട്ട് ഈ ഭൂമി ഉണ്ടായി വന്നതുകൊണ്ട് തന്നെ വന്ന രീതി നോക്കുകയാണെങ്കിൽ എറണാകുളത്തെയും ആലപ്പുഴയിലെയും പല ഭാഗങ്ങളും സമുദ്രനിരപ്പിനേക്കാളും താഴ്ന്നാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ജാഗരൂകരായിരിക്കേണ്ടതാണ് കാലാവസ്ഥാ മാറ്റത്തിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ചും കൊച്ചി നിവാസികളും ആലപ്പുഴ നിവാസികളും എന്നൊരു ചരിത്രവും കൂടി നമുക്കുണ്ട്. അപ്പോൾ കടലിന് ഭൂമിയുടെ ഭൂമുഖങ്ങളെയൊക്കെ മാറ്റി എഴുതാനുള്ള ഒരു കഴിവും കൂടി ഉണ്ട് എന്നുള്ളതും കൂടി നമ്മൾ കൂട്ടി വായിക്കുന്നു. സാർ നമസ്കാരം, എൻ്റെ പേര് സിദ്ദിഖ് എന്നാണ്. ബിജു സാറിനോടാണ് ചോദ്യമുള്ളത്. നമ്മളിപ്പോൾ കടലിൻ്റെ പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറ് തന്നെ പറഞ്ഞു നമുക്ക് ഏറ്റവും കൂടുതലുണ്ടായിരുന്ന മത്തി ഇപ്പോൾ ഒരു അപൂർവമായിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതിനിടയ്ക്ക് തന്നെ വളരെ അടുത്ത് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം വന്നു. ആ തുറമുഖം വന്നു, വികസനം തന്നെയാണ് ഒരു നാടിന് ഏറ്റവും അത്യാവശ്യമാണ്. ഗതാഗതങ്ങൾ എല്ലാ രീതിയിലും കരയിലും കടലിലും ഒക്കെ ഗതാഗതം വികസിക്കേണ്ടുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ 2 കപ്പൽ ദുരന്തങ്ങളാണ് നമ്മൾ കണ്ടതും നമ്മുടെ തീരത്ത്. ആ ദുരന്തം തന്നെ എന്ന് പറയുന്നത് ശരിക്കും ആ 2 ദുരന്തം എന്ന് പറയുന്നത് കേരള തീരത്തെ മൊത്തം വ്യാപിക്കുന്ന തരത്തിലായിരുന്നു രണ്ടും. ഒരെണ്ണം വടക്കോട്ടുള്ള മൊത്തത്തിനെയും ഒരെണ്ണം തെക്കോട്ടുള്ള മൊത്തം തീരത്തിനെയും ബാധിക്കുന്ന തരത്തിലാണ് ആ ദുരന്തം രണ്ടും ഉണ്ടായത്. അതിനെപ്പറ്റി ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പുറത്ത് വലിയ ചർച്ചയൊന്നും കണ്ടിട്ടില്ല. ഞങ്ങളങ്ങനെ ആശങ്കപ്പെടുകയും ചെയ്തു. നമുക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു ദുരന്തം അതായിരിക്കും ഇനി ഭാവിയിൽ എന്ന് ഞങ്ങൾ ഒരുപാട് പറഞ്ഞു. നമ്മുടെ കടലിനെ അത് ബാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്നതും അതാണ്. പക്ഷേ നമ്മൾ വിചാരിച്ച രീതിയിലൊന്നും ഒരു ചർച്ച അതിനകത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ വികസനം നമുക്ക് ഉറപ്പായിട്ടും വേണം. അതിനോടൊപ്പം നമുക്ക് ഇപ്പോൾ ഈ 2 തന്നെ നമുക്ക് ഇനി എന്തുണ്ടാക്കും എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് കൃത്യതയില്ല. നമ്മുടെ ജൈവ സമൂഹത്തിന്, കടലിലെ ജൈവ സമ്പത്തിനെ എങ്ങനെ ബാധിക്കും എന്ന് ഉറപ്പില്ല. അപ്പോൾ ഇനിയും അത്തരം അപകടം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അതിന് പോസിബിളായിട്ട് എന്താണ് ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ എന്നറിയാൻ ആഗ്രഹമുണ്ട് സാർ. ഈ ചോദ്യത്തിൻ്റെ കൂടെ ഞാനും കൂടെ കുറച്ച് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ലൈക്ക് കടലെന്ന ഒരു ആവാസ ഇടം എന്നുള്ള നിലയിലും കടലൊരു തൊഴിലിടം എന്നുള്ള നിലയിലും നിലവിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഭാവിയിൽ എന്തൊക്കെ വെല്ലുവിളികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതിനൊപ്പം തന്നെ എന്തൊക്കെ സാധ്യതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, റോബർട്ട് മാഷിനോടും ബിജുകുമാറും സാറിനോടുമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും കൂടി ചേർത്ത് പറയാം. ഈ സ്വാഭാവികമായിട്ടും കടലിലെ ഗതാഗതം കൂടുമ്പോൾ അപകടങ്ങളുടെ സാധ്യതയും കൂടുമെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് കഴിഞ്ഞ ഒരു 10-30 വർഷത്തെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കപ്പൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ തോത് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ സേഫ്റ്റി ടെക്നോളജീസൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ വന്നതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്. പ്രത്യേകിച്ചും ഈ കപ്പൽ അപകടം ഇവിടെ നടക്കുമ്പോൾ കപ്പലിനകത്ത് ഉണ്ടായിരുന്ന എന്തൊക്കെ വസ്തുക്കളാണ് അതിനെപ്പറ്റിയിട്ടുള്ള കൃത്യമായ ഡോക്യുമെൻറ്റേഷൻ വരാനായിട്ട് ഏതാണ്ട് ഒരാഴ്ചയിലധികം സമയമെടുത്തു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അത് ആഴക്കടലിലൂടെ പോകേണ്ടുന്ന കപ്പൽ കുറച്ചും കൂടെ ഉൾക്കടലിലേക്കാണ് പോയത്. അതിനുള്ള കാരണം എന്താണ്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് മറിഞ്ഞത് കൊണ്ടുണ്ടായ ഒരുപാട് അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏതാണ്ട് 10-50 ദിവസം മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ പിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതൊരു വലിയ നഷ്ടമാണ്. അപ്പോൾ അവസാനം നഷ്ടത്തിൻ്റെ പരിഹാരം കണക്കാക്കുമ്പോഴുള്ള പ്രശ്നമെന്ന് പറയുന്നത് തെളിവുകളുടെ അഭാവമാണ്. ഇതൊരു വലിയ ജുഡീഷ്യറിയുടെയായിട്ട് ലിങ്ക് ചെയ്തൊരു പ്രശ്നമാണ്. അപ്പോൾ അതിനെല്ലാം തെളിവുകളാണ് വേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ കടലിൻ്റെ ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് ആലപ്പുഴ പോയി കഴിഞ്ഞാൽ, തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ ഒരു മൺസൂൺ കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ തീരമില്ലാതെയാവും. അപ്പോൾ നമുക്ക് സമാന്തരമായിട്ട് തന്നെ, കടലിൻ്റെ സമാന്തരമായിട്ട് തന്നെ മണൽ യാത്ര ചെയ്യുന്നുണ്ട്. അത് കാറ്റാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ചില സമയത്ത് നിങ്ങൾക്ക് കടലെടുത്ത് പോകുന്ന കാണാം. കുറച്ച് കഴിയുമ്പോൾ കാറ്റ് വടക്കോട്ടടിക്കുമ്പോൾ വീണ്ടും ആ തീരം അവിടെ വെക്കുന്നതും കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ കപ്പലപകടം നടന്നിട്ട് 2ാമത്തെ ദിവസം ആലപ്പുഴയിലും തിരുവനന്തപുരത്തും അതിനകത്ത് മറിഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ തരികൾ എത്തി എന്നുള്ളതാണ്. അവിടെ മാത്രമല്ല, അവസാനം ഗൾഫ് മന്നാറിലും എത്തി, പിന്നീട് ശ്രീലങ്കൻ തീരത്തും എത്തി എന്നുള്ളതാണ്. ഇതെല്ലാം വേണ്ടി വന്നത് ഒരാഴ്ച സമയമാണ്.
അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കടലിലെ ജലപ്രവാഹങ്ങൾ ഇതിനെല്ലാം ഒരുപാട് ദൂരത്തേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ നമ്മൾ പെട്ടെന്ന് അറിയാത്തതെന്നുള്ളതാണ്. കഴിഞ്ഞ മാസം 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഇതിൻ്റെ ബാക്കി ഭാഗം റോബർട്ടിൻ്റെ നേതൃത്വത്തിലുള്ളൊരു സംഘമാണ് ആ കപ്പലിൻ്റെ ബാക്കി ഭാഗം തിരുവനന്തപുരത്ത് നിന്ന് കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. കണ്ടെയ്നറിൻ്റെ ഒരു ഭാഗം അവിടെ നിന്ന് കണ്ടെത്തുന്നത്. അപ്പോൾ ഈ ഇത്രയും വലിയ ഇത്രയും വലിയ ആവാസ വ്യവസ്ഥ ആയതുകൊണ്ട് തന്നെ ഒരു ഡൈല്യൂഷൻ ഫാക്ടറുണ്ട്. ഇതങ്ങ് കൂടുതലങ്ങ് ഡൈല്യൂട്ട് ചെയ്യപ്പെടുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരാഴ്ച കഴിഞ്ഞോ 1 മാസം കഴിഞ്ഞോ അവിടെ നിന്ന് സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പിന്നെ വിഷത്തിൻ്റെ അംശം അവിടെ കാണാനായിട്ട് കഴിയില്ല. ഇതൊരു വലിയ സത്യമാണ്. പക്ഷേ ഇപ്പോഴും നമുക്ക് അപകടമായിട്ടുള്ളൊരു കാര്യം, ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം പൊട്ടിയിട്ടില്ലാത്ത കണ്ടെയ്നറുകളാണ്. അതിനകത്ത് കീടനാശിനികൾ ഉൾപ്പെടെ പൊട്ടിയിട്ടില്ലാത്ത കണ്ടെയ്നറുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു മുന്നറിയിപ്പാണ്. പക്ഷേ നമ്മളെ സാങ്കേതികവിദ്യ പലതും ഉപയോഗിച്ച് പരിഹരിക്കാനായിട്ട് കഴിയും. പക്ഷേ നമ്മൾ ഇതിനൊന്നും സജ്ജമായിരുന്നില്ല എന്നുള്ളതാണ്. ഉദാഹരണം, പ്ലാസ്റ്റിക് തരി തീരുമ്പോഴത്തേക്ക് വന്നപ്പോൾ എങ്ങനെ എടുത്ത് മാറ്റണമെന്ന് പോലും നമുക്കറിയില്ലായിരുന്നു എന്നുള്ളതാണ്. അത് ആദ്യത്തെ അനുഭവം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മളിതിനൊരു പ്രിക്കോഷൻ എടുക്കുകയും മുൻകരുതലെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കുറേയൊക്കെ ഇതുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. കുറച്ചും കൂടി ജാഗ്രത വേണ്ടതാണ്. പ്രത്യേകിച്ചും കടൽ ഗതാഗതം കൂടുമ്പോൾ ഇതിനകത്ത് ജാഗ്രത വേണ്ടതാണെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കേരളം പോലൊരു സ്ഥലത്തുണ്ടാകുന്ന മാറ്റങ്ങളും കൂടി നമ്മൾ തിരിച്ചറിയണം. കേരളത്തിൻ്റെ ഏറ്റവും വലിയ അത് റോബർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനി നമ്മൾ ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്നത് ഒരു ബ്ലൂ എക്കോണമി എന്നൊരു കൺസെപ്റ്റാണ്. കാരണം കരയിലുള്ള കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ കുറയുകയാണ്. അപ്പോൾ എന്തായാലും ഭാവിയിൽ കടലിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അത് എനർജിക്കായാലും പോകേണ്ടി വരും, വസ്തുക്കൾക്കായാലും പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, കേരളത്തിൻ്റെ മൊത്തം മത്സ്യസമ്പത്ത് കൂടുന്നു അല്ലെങ്കിൽ ഒരുപോലെ നിൽക്കുന്നു അല്ലെങ്കിൽ കുറയുന്നില്ല എന്നൊരു പൊതുവായ ധാരണയുണ്ട്. അതിൻ്റെ കാരണം കൂടെ മനസ്സിലാക്കണം. പണ്ട് ഞങ്ങൾ ഒരു 30 വർഷം മുമ്പ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കണ്ടിരുന്ന പല മത്സ്യങ്ങളെയും ഇപ്പോൾ അതേ തോതിൽ കാണുന്നില്ല എന്ന് സത്യമാണ്. പക്ഷേ എന്തുകൊണ്ട് മൊത്തം അളവ് കുറയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് പരമ്പരാഗത മത്സ്യത്തൊഴിലാൾ 50 മീറ്ററിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ചൈനീസ് എഞ്ചിൻ ഉപയോഗിച്ച് അവർ 100 മീറ്ററിൽ മീൻ പിടിക്കുന്നുണ്ട്. എൻ്റെ അർത്ഥം, മീൻ പിടിക്കുന്ന മേഖല വളരെ വിസ്തൃതമായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് മത്സ്യത്തിൻ്റെ മൊത്തം അളവിൽ ഈ കുറവ് നമുക്ക് ഫീൽ ചെയ്യാത്തത്. പക്ഷേ ചില പ്രത്യേക മത്സ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ചില വിഭാഗങ്ങൾ നന്നായിട്ട് കുറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പൊതുവായ ധാരണ മത്സ്യം കുറയുന്നില്ല എന്നാണെങ്കിലും നമ്മൾ മീൻപിടുത്തത്തിൻ്റെ മേഖല കൂടുമ്പോൾ ആ കുറവ് നമ്മൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ് വലിയ പ്രശ്നം. പിന്നെ ഉണ്ടാകുന്ന മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ കടലിൽ നേരിടുന്നുണ്ട്. ഈ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ഞങ്ങൾ ഏതാണ്ട് 100-200 മീറ്റർ അടിയിൽ നിന്ന് കിട്ടിയ മത്സ്യങ്ങളിൽ പോലും മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ അംശങ്ങൾ അതിൻ്റെ ശരീരത്തിലും അതിൻ്റെ മാംസത്തിലും ഒക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഭീഷണികൾ കടൽ നേരിടുന്നുണ്ട്. പക്ഷേ ഒരു വലിയ സാധ്യതയാണ്, കടലിലൊരു വലിയ സാധ്യതയാണ്. ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ ബ്ലൂ എക്കോണമി എന്ന് പറയുന്നത് വികസനം മാത്രമായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് ഇപ്പോൾ ഉള്ള മത്സ്യസമ്പത്തിനെ സുസ്ഥിരമായി നിലനിർത്തുന്നതിനുള്ള സംവിധാനങ്ങളും കൂടെ വരുമ്പോഴാണ് ബ്ലൂ എക്കോണമി യഥാർത്ഥ അർത്ഥത്തിൽ നമുക്ക് നടപ്പിലാക്കാനായിട്ട് കഴിയുന്നതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സാർ പറഞ്ഞതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത്, സാധാരണ നമ്മൾ കടൽ നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ പറ്റി ചോദിച്ചാൽ പെട്ടെന്ന് വരുന്ന ഉത്തരം സമ്പത്തിൻ്റെ അമിത ചൂഷണം, രണ്ടാമത്തെ കാര്യം മലിനീകരണം. ഇത് രണ്ടും ശരിയാണ്. കഴിഞ്ഞ 1960-ന് ശേഷം അശാസ്ത്രീയമായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് സമ്പത്തിനെ നമ്മൾ അമിതമായി ചൂഷണം ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടി പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ നൈലോൺ പോലുള്ള വസ്തുക്കൾ, കടലിൽ അനേക വർഷം നശിക്കാതെ കിടക്കുന്ന വസ്തുക്കളെല്ലാം കടലിൽ അടിഞ്ഞുകൂടുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷേ ഇത് രണ്ടിനും അപ്പുറമാണ് കടൽ നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അത് നമ്മുടെ പൊതുസമൂഹത്തിന് കടലിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ, പരിസ്ഥിതി സാക്ഷരതയിൽ സമുദ്ര പരിസ്ഥിതി സാക്ഷരതയിൽ നമ്മൾ വളരെ പിന്നിലാണ്. കേരളം പൊതുവെ പരിസ്ഥിതി സാക്ഷരതയിൽ മുന്നിലാണെങ്കിലും നമ്മുടെ സമുദ്ര പരിസ്ഥിതി സാക്ഷരതയിൽ നമ്മൾ വളരെ വളരെ പിന്നിലാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ ഇദ്ദേഹം പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടില്ല, വേണ്ടത്ര രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ലായിരിക്കും. പക്ഷേ ഞങ്ങൾ ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് ഈ കഴിഞ്ഞ ജൂണിൽ ഫ്രാൻസിൽ നടന്ന യുണൈറ്റഡ് നേഷൻസിൻ്റെ ഓഷ്യൻ കോൺഫറൻസിൽ പോയി ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ പിന്നെ കോൺഫറൻസിൻ്റെ റിപ്പോർട്ടിൽ അത് ഇടം നേടിയിട്ടുണ്ട്. അത് മാത്രം പോരാ, അത് സമ്മതിക്കുകയാണ്. പക്ഷേ യഥാർത്ഥ പ്രശ്നം നമ്മൾ ഈ പറയുന്ന പൊതുസമൂഹത്തിൻ്റെ സമുദ്രത്തിൻ്റെ പരിസ്ഥിതിയെ പറ്റിയുള്ള അറിവില്ലായ്മ ഒരു വലിയ പ്രശ്നമായിട്ട് നമ്മൾ കാണുകയാണ്. ബിജു സാറ് പിന്നെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് 93% ഉണ്ടാവുന്ന അത് ഹീറ്റിൻ്റെ 93% സമുദ്രമാണ് അബ്സോർബ് ചെയ്യുന്നതെന്ന് പറയുന്നു.
അപ്പോൾ അറബിക്കടലിന് വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറയുന്നു. അപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു 580 കിലോമീറ്റേഴ്സ് കോസ്റ്റുള്ള ഒരു സ്റ്റേറ്റ് ആകുമ്പോൾ അറബിക്കടലിന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്, വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് കടലിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്, കരയെ എങ്ങനെയാണ്, മൺസൂണിനെ എങ്ങനെയാണ്, മഴകളെ എങ്ങനെയാണ് ബാധിക്കുന്നത്, കേരളം എന്താണ് ഇനി ശ്രദ്ധിക്കേണ്ടത് എന്നൊന്ന് ചെറുതായി പറയാമോ? അത് പെട്ടെന്ന് പറയാം, നമ്മുടെ സമയപരിമിതിയുണ്ട്. ഒന്ന്, ലോകത്തെ ഏറ്റവും തണുത്ത കടൽ ഭാഗങ്ങളിലൊന്നായിരുന്നു അറബിക്കടൽ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ആഗോളതാപനം വർദ്ധിക്കുന്നതോടുകൂടി അത് വെറും ആഗോളതാപനത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, എൽനിനോ എന്ന് പറയുന്ന പസഫിക്കിലുണ്ടാകുന്ന ഒരു പ്രതിഭാസവും ലോകത്തിൽ മൊത്തം ചൂട് കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന താപ തരംഗങ്ങൾ, ഹീറ്റ് വേവ്സ് എന്ന് പറയും. ആ ഹീറ്റ് വേവ്സിൻ്റെ സാന്നിധ്യം ഏറ്റവും അധികം കൂടുന്നത് ഇപ്പോൾ അറബിക്കടലിലാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ന്യൂനമർദ്ദ മേഖലകൾ ഉണ്ടാകുന്നു, പെട്ടെന്ന് മഴയുണ്ടാകുന്നു, അതുപോലെ തന്നെ പെട്ടെന്ന് കാറ്റുണ്ടാകുന്നു, കടൽ റഫാകുന്നു. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു 10-50 ദിവസങ്ങളിൽ കൂടുതൽ മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ പിടിക്കാൻ പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇത് പണ്ടൊരിക്കലും അറബിക്കടലിൽ സംഭവിച്ചിരുന്നില്ല. അത് മുഴുവൻ സംഭവിച്ചിട്ടുണ്ടെന്നത് ബേ ഓഫ് ബംഗാളിലാണ്. അപ്പോൾ ഏറ്റവും വലിയ സൂചനയായിട്ട് കേരള തീരത്ത് വരുന്നത് ആഗോളതലത്തിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും കേരളത്തിൻ്റെ തീരത്തിലെ കേരളത്തിൻ്റെ ചെറിയ പരിസ്ഥിതിയിൽ പോലും മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ഒന്നാമത് അറിയേണ്ടത്. അത് രണ്ടാമത് ഐസ് പിന്നെ ഉരുകി വെള്ളത്തിൻ്റെ അളവ് കൂടുന്നു എന്നുള്ളത് മാത്രമല്ല പ്രശ്നം, ചൂട് കൂടുമ്പോൾ വെള്ളത്തിൻ്റെ വ്യാപ്തവും കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കടലിന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രവചന സ്വഭാവമുണ്ട്. ഇന്ന കാലത്ത് മഴ പെയ്യും, അങ്ങനെയാണല്ലോ മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. ഇന്ന സമയത്ത് കള്ളക്കടൽ ഉണ്ടാകും. ഈ ഒരു സംഭവം മാറുന്നു എന്നുള്ളതാണ്. പണ്ട് പെട്ടെന്ന് ഈ കടൽ ചൂടാകുന്നത് കൊണ്ട് തന്നെ ഈ കാലാവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടുന്നത്, ഇത് മാറാനും പോകുന്നില്ല, ഈ പ്രക്രിയ തുടരുകയാണ്. അപ്പോൾ ഈ കേരളത്തിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൻ്റെ സഹ്യപർവ്വതവും കടലും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ പുഴകളെല്ലാം ഒഴുകുന്നത് ഇവിടെ നിന്നുള്ള നീരാവി കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ കേരളം പോലെ ഒരു സംസ്ഥാനത്തിൽ ഈ കടലും മലയും ഈ പുഴയും തമ്മിലുള്ള ബന്ധം നമ്മൾ തിരിച്ചറിയുകയും നമ്മൾ ഇതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ തീരപ്രദേശങ്ങളിൽ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ നിങ്ങൾ ഇവിടെ തന്നെ കൊച്ചിയിലെ ഈ പ്രാന്തപ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും കഴിഞ്ഞ പ്രത്യേകിച്ച് ഒരു 10 വർഷങ്ങളിൽ സ്ഥിരമായി ഉപ്പുവെള്ളം കയറുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ഇടവനക്കാടും മറ്റു പ്രദേശങ്ങളിലും പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാലാവസ്ഥ അഭയാർത്ഥികളെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയും, പക്ഷേ അതിൻ്റെ ഉദാഹരണം കൊച്ചിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം കാലാവസ്ഥ മാറുന്നുണ്ട്, അതിൻ്റെ എല്ലാം പ്രത്യാഘാതം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മളിതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ ചെയ്യണം. അവിടെ നമ്മളൊന്നും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. താങ്ക് യു വിജു സാർ, താങ്ക് യു റോബർട്ട് മാഷെ. ഈ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ കഴിഞ്ഞു, വളരെ നന്ദി. ബിജു സാറും റോബർട്ട് മാഷ് ഇവിടെ ഉണ്ടാവും, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. പിന്നെ ഞങ്ങളെപ്പോഴും പറയുന്നത്, ഞങ്ങളെക്കാളും എക്സ്പേർട്ടുകൾ ഈ കടലിനോട് ചേർന്ന് നിൽക്കുന്ന കടൽ മനുഷ്യരാണ്. നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള തീരപ്രദേശത്ത് പോവുക, അവരോട് സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കടലിന് ഇവിടെ ഒരു വേദി തന്നതിന് വളരെ നന്ദി. ഇനിയും അടുത്തുണ്ടാവുന്ന പരിപാടികളിലും കൂടുതൽ കടൽ പ്രാതിനിധ്യങ്ങൾ ഉണ്ടാകട്ടെ. പിന്നെ മറ്റൊരു കാര്യം, ഇത് കടലിലോട്ട് എത്താതിരിക്കാനും ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.